اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 56-ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, അന്നൂറു ജുന്ദുൽ ഖൽബ് കമാ അന്ന ളുൽമത ജുന്ദുൻ നഫ്സ് ഫൈദാ അറാദല്ലാഹു അൻ യൻസുറ അബ്ദഹു അമദ്ദഹു ബിജുനൂദിൽ അൻവാർ വഖതഅ അൻഹു മദദൽ ളുലമി വൽ അഗ്യാർ. അന്നൂറു പ്രകാശം, ജുന്ദുൽ ഖൽബി അത് ഹൃദയത്തിൻ്റെ സൈന്യമാണ്, ഹൃദയത്തിൻ്റെ പട്ടാളമാണ്. ഏത് പ്രകാശം എന്ന് പറയുന്നത്? ഏതുപോലെ? കമാ അന്ന ളുൽമത അന്ധകാരം അല്ലെങ്കിൽ തമസ് അല്ലെങ്കിൽ ഇരുട്ട്, അത് ജുന്ദുൻ നഫ്സ് അത് നഫ്സിന്റെ സൈന്യമായതുപോലെ ഹൃദയത്തിൻ്റെ സൈന്യം പ്രകാശമാണെങ്കിൽ നഫ്സിന്റെ സൈന്യം ഇരുട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പ്രകാശങ്ങൾ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ വാഹനങ്ങളാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഹൃദയത്തിനെ എത്തിക്കുന്ന വാഹനമാണ് സത്യത്തിൽ ആര്? പ്രകാശങ്ങൾ. അത് പ്രകാശങ്ങളുമാണ്, സൈന്യങ്ങളുമാണ്. സൈന്യങ്ങളുടെ ജോലി എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, അന്നൂറു പ്രകാശം എന്ന് പറയുന്നത് അത് ജുന്ദുൽ ഖൽബ് അത് ഹൃദയത്തിന്റെ പട്ടാളമാണ്. മുമ്പൊരിക്കൽ ഖൽബിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഖൽബ് എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരിക്കുന്ന സ്ഥലമാണ്, ഹൃദയം. അതുകൊണ്ട് തന്നെ അവിടെ ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ഏരിയയാണ് ഹൃദയത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്, റൂഹിനോട് ചേർന്ന ഹൃദയം. എന്നാൽ നഫ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നഫ്സ് എന്ന് പറയുന്നത് ഹറാമായ വികാരങ്ങളെ ഒരു മനുഷ്യനിൽ ഇട്ടുതരുന്ന ഒരു സാധനമാണ്. എന്ത്? നഫ്സ്. ആ നഫ്സിനെ ഇരുട്ടിനോടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഉപമിച്ചിട്ടുള്ളത്. ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സൈന്യമാണ് പ്രകാശം, എന്നാൽ നഫ്സിന്റെ സൈന്യമാണ് എന്ത്? ഇരുട്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ലിയുഖ്രിജക്കും മിനൽ ളുലുമാതി ഇലൻ നൂർ, നിങ്ങളെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്? ദിക്റെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ധാരാളം ദിക്റ് ചെല്ലണേ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോ നഫ്സ് എന്ന് പറയുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും എന്തെന്നെ പറഞ്ഞിരിക്കുന്നത്? ഇരുട്ട് എന്ന് തന്നെ പറഞ്ഞത്. അന്ധകാരം അല്ലെങ്കിൽ തമസ് എന്നൊക്കെ പറയും. ഹക്കായ ഒരു കാര്യങ്ങളെ കേൾക്കാനോ അറിയാനോ പറ്റാത്ത നിലക്കുള്ളതായി ഇരുട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നഫ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നഫ്സ്. മവാക്കിബുൽ ഹുബ്ബ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഫൻ നഫ്സു, നഫ്സ് എന്ന് പറയുന്നത് മിൻ അഅജബി മാ ഖലഖല്ലാഹു തആല, അല്ലാഹു തആല സൃഷ്ടിച്ച അദൃശ്യമായ പല കാര്യങ്ങളുണ്ടല്ലോ, അത്ഭുതകരമായ പല കാര്യങ്ങളും, അതിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് സത്യത്തിൽ എന്ത്? നഫ്സ് എന്ന് പറയുന്നത്. വലുതാ ഇക്കാരണത്തിന് വേണ്ടിയാണ് അഖ്സമ ബിഹ, അല്ലാഹു തആല നഫ്സിനെ വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സത്യം ചെയ്തിട്ടുണ്ട്. ഫഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനഫ്സിൻ വമാ സവ്വാഹാ, നഫ്സ് തന്നെയാണ് സത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? നഫ്സിനെ വിളിച്ച് അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? സത്യം ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലായി എന്ത്, നഫ്സ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്ഭുതകരമായ സൃഷ്ടി തന്നെയാണ്. പക്ഷെ അതിനെ നേരാക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ സംസ്കരിച്ച ആൾക്കാർ വിജയിച്ചു എന്ന് അള്ളാഹു താല അവിടെ തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഇനി ഇത് എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബാണ്. അതിൽ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നുണ്ട്, വൻ നഫ്സു, നഫ്സ് എന്ന് പറയുന്നത് ഇൻ അൻസൽതഹ മൻസിലത്തൽ അദൂബി, ഒരു ശത്രുവിന്റെ സ്ഥാനത്താണ് നീ നഫ്സിനെ നിർത്തുന്നത് എങ്കിൽ, വഹാറബ്തഹ, നീ നഫ്സിനോട് ധർമ്മസമരം നടത്തണം, നഫ്സിനോട് യുദ്ധം ചെയ്യാണ്, ഒരു ശത്രുവായിട്ട് നീ എന്ത് ചെയ്യണം, അതിനെ കാണുകയാണെങ്കിൽ അത് നിന്നെ നശിപ്പിക്കും. അത് നിന്നെന്ത് ചെയ്യും, നശിപ്പിക്കും. കാരണം ഫഹിയ അഅലമു ബിമവാത്തിനി ലഅഫിക മിൻക, നിന്റെ ബലഹീനമായ കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന ആളാണ് ആര്? നിന്റെ ഏറ്റവും ബലഹീനമായ കാര്യങ്ങൾ അറിയുന്ന ആളാണ് ആര്? നഫ്സ്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ആ നഫ്സിനെ നീ എന്ത് ചെയ്യ, ശത്രുവായി കണ്ടാൽ ആ നഫ്സ് നിന്നെ എന്ത് ചെയ്യും, നശിപ്പിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസും ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അഅദാ അദുവ്വിൻ ലക നഫ്സുക അല്ലത്തി ബൈന ജംബൈക, നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ നഫ്സാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരുപാട് ശത്രുക്കളുണ്ട്, അതിലേറ്റവും വലിയ ശത്രു ആരാണ്? നഫ്സാണ്. അതുകൊണ്ട് ആ നഫ്സിനെ സൂക്ഷിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, വൈൻ സ്വാദഖതഹ വറഹിംതഹ വറവ്വൽതഹ ബിൽ ഹുബ്, നീ ആ നഫ്സിനെ എന്ത് ചെയ്യാണ്, നല്ല രൂപത്തിൽ അതിനോട് പെരുമാറുകയാണ്, കാരുണ്യത്തോടുകൂടെ അതിനെ വരവേൽക്കാണ്, ഹുബ് കൊണ്ട് നീ അതിനെന്ത് ചെയ്യാണ്, വലയം ചെയ്യാണ്, എങ്കിൽ അത് നിനക്ക് എന്ത് ചെയ്യും, വഴിപ്പെടും. അപ്പൊ നഫ്സ് അതിനോട് ഏത് രൂപത്തിൽ പെരുമാറുന്നുവോ അതിനനുസരിച്ചിട്ടാണ് നഫ്സിന്റെ സമീപനം ഉണ്ടാകുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, നീ എന്ത് ചെയ്യണം, ആ നഫ്സിനോട് നല്ല രൂപത്തിൽ പെരുമാറുക. ഹറാമായ ചിന്തകൾ അതിന് കൊടുക്കല്ലേ, ഹറാമായ കാര്യങ്ങൾ അതിന് കൊടുക്കല്ലേ, അതിന് ഇൽമ് കൊടുക്ക്, അതിന് ഹിൽമ് കൊടുക്ക്, ഹുബ്ബ് കൊടുക്ക്. എന്നിട്ട് അതിനെ പരിപാലിക്കുമ്പോ അത് നിനക്ക് വഴിപ്പെടുന്നതായി നിനക്ക് കാണാമെന്ന് ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്യണം, അവരുടെ കിതാബിൽ രേഖപ്പെടുത്താണ്. ഓരോ ആളുകളുടെയും ബലഹീനത വ്യക്തമായി നഫ്സിനറിയാം. യഥാർത്ഥ വൈദികൻക്കാണ് എന്ത് ചെയ്യുള്ളൂ, അതിനെക്കുറിച്ച് അറിയുള്ളൂ, അല്ലെ? ഒരു യഥാർത്ഥ ഗുരുവിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് എവിടെയാണ് രോഗം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് അദ്ദേഹത്തിന്റെ മസ്നവിയിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്താ കഥ എന്നറിയോ? ഒരു രാജകുമാരിക്ക് രോഗം പിടിപെട്ടു. ഒരുപാട് വിശുദ്ധന്മാർ വന്നിട്ട്, അതായത് ഡോക്ടർമാർ വന്നിട്ട് പരിശോധിച്ചു, ആർക്കും ഈ രാജകുമാരിന്റെ രോഗം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഒരാൾ പറഞ്ഞു, ഏത് രോഗവും, ഏത് ഉള്ളിലത്തെ രോഗവും അറിയുന്ന ഒരാളുണ്ട്, ബാത്തിനിയായ കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കാൻ കഴിവുള്ളൊരു ഡോക്ടർ ഉണ്ട്, മൂപ്പരെ കൊണ്ടുവരട്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നാ രാജാവ് പറഞ്ഞു, എന്നാ കൊണ്ടിരുന്നോ. കൊണ്ടുവന്ന് ഈ രാജകുമാരിയോട് ഓരോ കാര്യങ്ങൾ, ഈ കയ്യമിന്റെ പടങ്ങനെ, മിടിപ്പിന്റെ പടങ്ങനെ പിടിച്ച്, എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ ചോദിച്ചു, ഒരുപാട് ആളുകളുടെ പേരുകൾ പറഞ്ഞു. അപ്പോഴൊക്കെ ഒരേ മിടിപ്പാണ്, മനസ്സിലാണ്ടോ? അപ്പൊ ഒരു നാടിന്റെ പേര് പറഞ്ഞു. അപ്പൊ ഈ മൂപ്പത്തിയുടെ മിടിപ്പൊന്ന് കൂടി. അപ്പൊ ആ നാട്ടിലുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ പേര് പറഞ്ഞപ്പോ മിടിപ്പൊന്നും കൂടി. അപ്പൊ ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു, ഇവൾക്ക് പ്രേമരോഗാണ്. മരപ്പണിക്കാരന്റെ സ്വർണ്ണപ്പണിക്കാരന്റെ പേര് പറഞ്ഞപ്പോ ഓളെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ട്. അത് യഥാർത്ഥ ഡോക്ടറെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് എന്താണ് രോഗം എന്ന് മനസ്സിലായത്. ഇതേമാതിരി ഇത് നമ്മളെ രോഗം എന്താണെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ അറിയുന്ന ആൾക്കാർ വേണം. എന്നാലേ നഫ്സിന്റെ ഈ കരാള ഹസ്തങ്ങൾ എന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇവിടെ മോചിതനാകാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയാണ്, അന്നൂറു, പ്രകാശം, ജുന്ദുൽ ഖൽബ്,
അത് ഹൃദയത്തിന്റെ പട്ടാളമാണ്, ഹൃദയത്തിന്റെ സൈന്യമാണ്. ഏതുപോലെ കമാ അന്ന ദുൽമത ജുന്ദുൻ നഫ്സ്, നഫ്സിന്റെ പട്ടാളമാണ് ഇരുട്ട്, അതുപോലെ ഖൽബിന്റെ പട്ടാളമാണ് ഏത്? പ്രകാശം. എന്നിട്ട് പറയാണ് ഫൈദ അറാദല്ലാഹു അൻ യൻസുറ അബ്ദഹു, തന്റെ അടിമയെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അമദ്ദഹു, അല്ലാഹു അവനെ സഹായിക്കുന്നതാണ് ബിജുനൂദിൽ അൻവാർ, പ്രകാശങ്ങളാകുന്ന സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യും? സഹായിക്കും. അല്ലാഹു തആലാന്റെ ഇറാദത്ത് വേണം, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് വേണം. ഫൈദ അറാദല്ലാഹു, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അൻ യൻസുറ അബ്ദഹു, തന്റെ അടിമയെ സഹായിക്കൽ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അമദ്ദഹു, അല്ലാഹു അവനെ സഹായിക്കുന്നതാണ് ബിജുനൂദിൽ അൻവാർ, പ്രകാശങ്ങളാകുന്ന സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല അവനെന്ത് ചെയ്യും? സഹായിക്കും. അതുപോലെ തന്നെ വഖതഅൻഹു, അവനെ തൊട്ട് മുറിച്ചു കളയുന്നതാണ് മദദുലമി, ഇരുട്ടിന്റെ സഹായം എന്ത് ചെയ്യും? അല്ലാഹു തആല അവനെ തൊട്ട് മുറിച്ചു കളയും. വൽ അഗ്യാർ, നഫ്സല്ലാത്ത ഒരുപാട് ശത്രുക്കളില്ലേ, ദുനിയാവില്ലേ, സന്താനങ്ങളില്ലേ, സമ്പത്തുകളില്ലേ, അതിന്റെ സഹായങ്ങളൊക്കെ തൊട്ട് അല്ലാഹു തആല അവൻ എന്ത് ചെയ്യും? മുറിച്ചു. അതിനൊന്നും സഹായം ആവശ്യമാകാത്ത വിധം അല്ലാഹു അവന്റെ റബ്ബാനിയായ പ്രകാശങ്ങളെ കൊണ്ട് അവനെ സംസ്കരിക്കും. ആ ഒരു ദറജയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കൊണ്ടുവരും. പക്ഷെ അള്ളാഹുവിന്റെ ഇറാദത്തും തൗഫീഖുമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാരക്കേണ്ടത്, റബ്ബേ നിന്റെ തൗഫീഖ്, നിന്റെ റഹ്മത്ത് എനിക്ക് വേണം. സ്വാലിഹീങ്ങൾക്ക് നീ അനുവദിക്കുന്ന, സ്വാലിഹീങ്ങൾക്ക് നീ കൊടുക്കുന്ന അപാരമായ തൗഫീഖ് ഉണ്ടല്ലോ, അതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ദ്വാരക്കണം. അപ്പോ ഈ പ്രകാശങ്ങളുടെ ഒരു യഥാർത്ഥ പ്രകാശമുണ്ട് അല്ലേ? ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ, അള്ളാഹുവിൽ നിന്നൊരു പ്രകാശം വന്നിട്ടുണ്ട്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ പ്രകാശത്തിലേക്ക് മുട്ടുന്നൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം? ഒരാളെത്തണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജ് യാത്രയില്, അള്ളാന്റെ റസൂൽ ഇങ്ങനെ മിഅ്റാജ് യാത്രയിൽ ജിബ്രീലിനോട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ നിങ്ങൾ ആ ഒരു നക്ഷത്രത്തിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. നക്ഷത്രത്തിനെ അവിടെ കാണുന്നുണ്ട്. അള്ളാന്റെ റസൂലെ 70,000 വർഷങ്ങളിൽ മാത്രം ഉദിക്കുന്ന ഒരു നക്ഷത്രമാണത്. അതിനെ ഞാൻ 70,000 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. 70,000 വർഷത്തിൽ മാത്രമേ ആ നക്ഷത്രം ഉദിക്കുള്ളൂ. അതിനെ ഞാൻ 70,000 തവണ കണ്ടിട്ടുണ്ട്. അപ്പൊ എത്ര മുപ്പര പ്രായം എന്ന് മനസ്സിലാക്കിയാൽ മതി. ആ സമയത്ത് അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ഞാനായിരുന്നു, അത് ഞാനായിരുന്നു. എന്താണ് വർത്താനം? നിങ്ങൾ 70,000 അല്ല, ഞാൻ കോടി കണ്ടാലും അതിന്റെ മുമ്പ് ആരുണ്ട്? ഇവിടെ ഞാനുണ്ട്. ആ പ്രകാശത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തണം. അതാണ് ഒരു മനുഷ്യന്റെ ധർമ്മം. ഏതിൽ നിന്ന് വന്നോ അതിലേക്ക് എത്തുക. നഫ്സിൽ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, നഫ്സിൽ മലായിക്കത്താണ് മുറുക്കിയത് എങ്കിൽ മഹാന്മാര് പറയുന്നു ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, മനുഷ്യന്മാരിൽ ഏറ്റവും ഉന്നതനാണ്. എന്നാൽ അവിടെ ശൈത്താന്റെ സാന്നിധ്യമാണെങ്കിൽ ثم رددناه أسفل سافلين, ഓൻ അധമന്മാരിൽ ഏറ്റവും അധമനാണ്. ഇതൊക്കെ മഹാന്മാര് അവരെ കിതാബിൽ എന്ത് ചെയ്തതാണ്? രേഖപ്പെടുത്തിയതാണ്. ഇനി ഈ ദിവ്യപ്രകാശം പൂർണ്ണമായി ഉൾക്കൊള്ളണമെങ്കിൽ ഇതിന്റെ ഗോഡൌണുകളാകുന്ന ആൾക്കാരുണ്ട്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ആൾക്കാർ. അവരെ തെർബിയത്ത് നമുക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി നമുക്കത് ആസ്വദിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അലിയുൽ ഖവാസ് എന്ന് പറയുന്ന മഹാനുമായി, സൂഫി ഗുരുവുമായി ബന്ധപ്പെട്ടു. ഇമാം ഷഅറാനി എന്ന് പറഞ്ഞ ആരാ? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന പണ്ഡിതനാണ് ആര്? ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ഇമാം ഷഅറാനി ഒരു ഫക്കീറായ ഒരു മനുഷ്യനെ പോയി ബൈഅത്ത് ചെയ്തു എന്നുള്ളത് നാട്ടിലാകെ പാട്ടായി. നാട്ടിലാകെ ഒരു സൂഫിയായ ഒരു ഫക്കീറായ ഒരു മനുഷ്യനെ പോയിട്ട് മൂപ്പരും ചെയ്തിട്ടുണ്ട്, ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അതില് ആദ്യം അലിയുൽ ഖവാസ് പറഞ്ഞു,
ആദ്യം ഈ ഫത്വ കൊടുക്കലൊക്കെ നിർത്തിക്കളാം. ഫത്വ കൊടുക്കലൊക്കെ നിർത്തിക്കളാം. മൂപ്പര് ഫത്വ കൊടുക്കലൊക്കെ നിർത്തി. ഞാൻ ഖുർആൻ ഉണ്ടല്ലോ, ആ ഊത്തും നിർത്തിക്കളാം. ഖുർആൻ ഊത്തും നിർത്തി. കാരണം മൂപ്പർക്ക് മനസ്സിലായി ഇതാരാന്നുള്ളത്. പക്ഷെ നാട്ടുകാർക്ക് അറിഞ്ഞിട്ടില്ല. നാട്ടുകാര് പറഞ്ഞു ഈ പണ്ഡിതനെ ആ സൂഫി വല്ലാത്ത പറ്റിക്കലാ പറ്റിച്ചത്. ആദ്യം മൂപ്പര് ഇൽമിയായ കാര്യങ്ങളൊക്കെ നിർത്താൻ വേണ്ടി പറഞ്ഞു, അത് മൂപ്പര് നിർത്തി. ഇപ്പോഴോ ഖുർആനോത്തും വേണ്ടാന്നാ പറഞ്ഞിരിക്കണെന്ന്. മാസങ്ങൾ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അലി അൽ ഖവാസ് റളിയല്ലാഹു അൻഹു ഒരു പരിശുദ്ധമായ ഖുർആൻ ആർക്ക് കൊടുത്തു? ഇമാം ഷാറാനി തങ്ങളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ലോകത്തോട് ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾ നോക്കുമ്പോ ഓരോ അക്ഷരത്തിന്റെ പിന്നിലും ഓരോ സാഗരങ്ങൾ ഞാൻ കാണുന്നു. എന്തേ ഖുർആൻ ഓത്ത് വേണ്ടാർന്നത്? നീ ഓതുന്നതല്ല ഖുർആൻ. അതിന്റെ ലാഹിറിനൊക്കെ ഒരു ബാത്തിനുണ്ട്, അതിന്റെ ബാത്തിനിക്ക് ഒരു ബാത്തിനുണ്ട്. ആ ബാത്തിനിന്റെ മാധുര്യം അറിയണം. അത് എവിടുന്നേ അറിയുള്ളൂ? സ്വാലിഹീങ്ങളാകുന്ന ആളുകളുടെ ഹൃദയം അള്ളാഹുവിന്റെ തജല്ലിയാകുന്ന അൻവാറുകളെ കൊണ്ട് നിറഞ്ഞ ഗോഡൌണാണ്. ആ ഗോഡൌണുകളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഓരോ ഹർഫിലും അള്ളാഹു താല ഒളിപ്പിച്ച രഹസ്യങ്ങൾ ഒരു വിശ്വാസിക്ക് അറിയാൻ കഴിയും. ഓരോ ഹർഫിന്റെ പിന്നിലും ഒരുപാട് സാഗരമായ ഒരുപാട് സാഗരം എന്ന് പറഞ്ഞാൽ എന്താ? കടലാണ്. ബഹ്റ് പോലെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് നിഗൂഢമായ രഹസ്യങ്ങളുണ്ട്. അതിന് സ്വാലിഹീങ്ങളുമായുള്ള സഹവാസവും അവരുമായുള്ള ബന്ധവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. എങ്കിൽ ഈ പ്രകാശം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. അതാണ് നമ്മുടെ ധർമ്മവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.